ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിൽ അവിഹിത ബന്ധത്തിന്റെ പേരിൽ ഭർത്താവിനെ തെങ്ങിൽ പിടിച്ചു കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കാഴ്ച ഭാര്യ കാണുമ്പോൾ എന്ത് സംഭവിക്കും? കാണാം സസ്പെൻസ് നിറച്ച പ്രാങ്ക് കഥ. എന്റെ വീട്ടിലാണെങ്കിൽ വീടാ എന്റെ ഫോൺ ഇവിടെ ഇല്ലല്ല ഞാൻ പറയുന്നത് 80 90 ഇതാടാ ആര്യ വൈഫ് ഇതന്നെ. വിളിക്കരുത്. നീ മര്യാദക്ക് ഇവിടെ ആണെന്ന ഒരു കാര്യം പറഞ്ഞാൽ മര്യാദക്ക് വിളിച്ച് സംസാരിക്കണം. എന്നെ രഹസ്യമായിട്ട് വിളിച്ചു വരുത്ത്. സംസാരിക്കണം. ഇവർക്ക് ഒന്നും ഒരു കാര്യം പറയരുത്. ആര്യ പെട്ടെന്ന് പോയേ, ഇത് ഒപ്പിട്ടിട്ട് അങ്ങ് പോവാം. ഇപ്പൊ ആട്ടോ ഇപ്പൊ അവിടെ വരും. അവിടെ വരും ഓഫീസിന്റെ അടുത്ത്. ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ്റെ. ശരി ഇവിടെ എന്റെ ഫോൺ ഞാൻ ഹോട്ടലിൽ വേണം. കുടുംബം തകർക്കരുത് പ്ലീസ്. 2 കൊച്ചു പിള്ളേര് എനക്കോർമ്മ വേണ്ടെന്നാ ഈ നാട് മൊത്തം കിടന്ന് വാട്ടോടി ജീവിക്കണം. എന്നെ പറ്റിക്കാൻ വേണ്ടി നീ തുല്ലേ ഓട്ടോ എവിടെ നീത്തി എൻ്റെ വീടിൻ്റെ ദൂരെ വാ. ഞാൻ ഒരു സ്ഥലം പറഞ്ഞാൽ നീ അതുവരെ ഒന്ന് പോകണം. പെട്ടെന്ന് പോടാ. ഇല്ല അവിടെ നീ അവിടെ നിന്ന് നീ പിടിച്ചോടാ. നിനക്ക് ഇന്ന് ഓടേ നീ എന്നെ കരുതണം. നീ 2 മക്കളെ നീ നോക്കിയാ ആ പിള്ളേരെ മോൻ നോക്കിയാ നീ ഈ ഇരുട്ടവിളൊക്കെ കിടന്ന് വണ്ടി ഓർമ്മ നിന്നെ 2 പിള്ളേരെ നോക്കാൻ തന്നെ. നീ എന്നോട് സംസാരിക്കല് എന്റെ പിടിവെള്ളം വിട്ടു വയ്ക്കാണേ. എന്ത് ചേട്ടാ ഈ പ്രശ്നം? എന്ത് ചേച്ചി പ്രശ്നം? ഇത് കണ്ടാ എന്റെ മോ ഇപ്പൊ കാണേ നീ കണ്ടോണ്ടാണേ? കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ കയറി യവൻ കുറെ നാളുകൊണ്ട് കാണിക്കുന്ന പരിപാടി, എവനുമായിട്ട് ഫോണിൽ ചാറ്റ് കേൾക്കാം, ഇതൊക്കെ ഞാൻ പിടിച്ചു. നിനക്ക് ഒരു പണിയില്ല, നിന്റെ വീട്ടിൽ പോ. എവിടെ കേൾക്കാൻ ചേച്ചി ബഹളം? അങ്ങ് താഴെ വരെ കേൾക്കാൻ ബഹളം. നീ കൊച്ചുവിടുന്നില്ലേ? യവന്റെ ഭാര്യയെ യവനെ കൊണ്ട് വിളിപ്പിച്ച് വലിച്ചിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാക്കാതിരി കേട്ടോ. പ്രശ്നം ഉണ്ടാവാൻ എന്നോട് ഞാൻ നിന്നോട് എന്തൊരു പാവം ചെയ്യുന്നോടാ. ഇന്ന് എത്ര വർഷമായി കല്യാണം 2 പെമ്പിളുടെ പൊന്നോട് നോക്കി നിന്നെ ഞാൻ പൊന്നോലെ നോക്കണം. ഇതെന്റെ ഭാര്യ തന്നെ ജീവാ ആളുകൾ നിങ്ങളെ ഭർത്താവിയാണ് നിങ്ങൾ ഇത് ഇത്രയും കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്റെ ഭാര്യയായിട്ട് അവിഹിതം. എന്റെ പൊന്നേച്ചി, ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്ത് ഓട്ടോടാൻ പോണേണ്. ഞാൻ പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് 8 മണി 9 മണി ആകുമ്പോൾ നൈറ്റ് ഓടിയിട്ട് ഞാൻ വരും. ഇത് തുടങ്ങിയിട്ട് 1-2 മാസമായി. എവിടെ തമ്മിൽ ഫോണിൽ ചാറ്റ് ചെയ്യണം. ഞാൻ ഒരു പ്രാവശ്യം പിടിച്ചു. ഞാൻ എന്നിട്ട് എവിടെ പറഞ്ഞില്ല, എവിടെ പറഞ്ഞില്ല, എവിടെ വെച്ചില്ല, ഒന്നും വേണ്ടിയില്ല. മര്യാദക്കുള്ള അവരുടെ കൈയും കാലം അടിച്ചു കൊടുക്കാൻ ഞാൻ. ഇനി എന്താ എനിക്കെന്താ ജീവിതം ധരിക്കണേ? എന്താ ജീവിതം ധരിക്കണേ? ചുമ്മാ മെസ്സേജ് ഇപ്പം ബഹളമായി. ഇപ്പൊ 2 അവിടെ ചോദിച്ചു നോക്ക്, അവിടെ ചോദിച്ചു നോക്ക് എത്ര ദിവസം ഇവിടെ പോകണം. കാണാറുണ്ട് ചേച്ചി, ഇയാളെ കാണാറുണ്ട്. 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പട്ടിക്കുട്ടിയെ വളർത്തി, ഒരു പൂച്ചപ്പട്ടി ഉണ്ടല്ലോ, ഒരു പട്ടിയെ കെട്ടിയിടുന്നു. യവൻ ഒരു ദിവസം ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് ചാടി പട്ടി തകർത്തായിരുന്നു. യവന്റെ വെയിറ്റ് ആ പട്ടി താങ്ങും. ആ പട്ടി ഞയ്യെന്നൊരു വിളി അത് ഉടത്തിയിരുന്നു. ഇത് ഞാൻ ആരെന്നറിയാം, യവൻ കണ്ടോണ്ടിരിക്കുക. അവരത് ചക്കടക്കാൻ വന്നത്. ഇത്രയും ഗതികെട്ട ഞാൻ അത്രയും പാടോട്ടാണ് എൻ്റെ 2 പെമ്പിള്ളേരെ നോക്കി. ആ പിള്ളേർ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു. വെക്കേഷനല്ലേ ഈ സമയം നോക്കി എവക്ക് ഇതിവിടെ. നീ 9 വർഷം അവിടെ പോയിരുന്നോ? എന്റെ കുടുംബം എന്റെ ജീവിതം നടത്തിയിരിക്കുകയാണ്. നീ എവിടെയായിരുന്നു 9 വർഷം? മിണ്ടല്ല ജീവിതത്തിൽ നിങ്ങൾ സ്ഥിതിയല്ലേ. ഞാൻ ഇത്രയും സമയമായിട്ട് ഞാൻ നാട്ടുകാരെ വിളിച്ചു. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് അറിയോ? നീ മിണ്ടാതില്ല.
അവരാണ് ഞാൻ എനിക്ക് ഇതേപോലെ 2 പെൺമക്കളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാത്രമായിട്ട് വിളിച്ചു വരുത്തിയത്. മനസ്സിലായോ? ഏതായാലും എനിക്കുള്ള 2 പൊടിപ്പിള്ളേര്. നീ ഉണ്ടാവില്ല. ഇവിടെ ഇത്ര കച്ചറയല്ല ഒരു സ്ത്രീ ആയിരിക്കുമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ചേച്ചി ഇയാളെ വെളുപ്പാൻ കാലത്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇയാളെ നിന്റെ കാര്യം നോക്കി പോയാണ്. പിന്നെ ഉള്ള കാര്യം പറയണ്ടേ ചേച്ചി? നിന്നെ ഉണ്ടല്ലോ നിനക്ക് എല്ലാരും വരട്ടെ. നിന്റെ അപ്പനെ എല്ലാം വിളിച്ചോ, എല്ലാം വരട്ടെ, എല്ലാം വന്നിട്ട് തീരുമാനമാക്കി അതിനുള്ള തീരുമാനമായി. ചേച്ചി ഇയാളെ സ്വഭാവം ഇതാണ്. നിങ്ങൾ ഓഫീസ് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ ആ ജോലിയാണ്. അതിന്റെ മാന്യത ഉണ്ട്. അവൻ എത്ര മാന്യത ഉണ്ട് അവന് ഒരു വീട്ടില്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ കാണിച്ച് ചെയ്യുമ്പോൾ സഹിക്കോ? അതെന്റെ സുഹൃത്താണ്. സുഹൃത്ത് അവളെ മടിയ തല ചൊറകനാണ് നിനക്ക് സുഹൃത്ത്. ചേച്ചിക്ക് ഒന്നും പറയാനില്ലേ ചേച്ചി ഹസ്ബൻഡിനെ പറ്റി ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് ഇയാള്? ഇതേപോലെ പലതും കാണും. അവര് സഹിച്ച് ജീവിക്കണായിരിക്കും. 2 പിള്ളേരാ ചേച്ചി? ഞാൻ അറിയുന്നത് ഈ കാര്യം. ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞുകൂടായിരുന്ന നേരത്തെ? പറ ചേച്ചി പറ. ഒന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇപ്പൊ അറിയണേ. അപ്പൊ ഇവൻ ഈ പരിപാടി നേരത്തെ ഉണ്ടായിരുന്ന വേറെ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഭർത്താവിനെ കുറിച്ചല്ലേ പിന്നെ ഞാൻ എന്ത് വേണം? ഇവരുമായിട്ടുള്ള ബന്ധം എന്റെ സുഹൃത്ത്. എനിക്കറിഞ്ഞൂടാ ആ സുഹൃത്തിനെ ഇതുവരെയായിട്ട്. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 9 വർഷമായി നമ്മുടെ സുഹൃത്തായിട്ട്. പിന്നെ എന്നെ എന്തിനാ ഇതിലോട്ട് വലിച്ചിട്ടേ? 9 വർഷമായെങ്കിൽ ഞാൻ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് കൊണ്ടു കിടക്കുന്നത്. ആരെ? നിന്നെ. അതുപോലെ ഇതെന്താണ് കണ്ടില്ല വെള്ള? ഇത് കൃഷ്ണമണി, അത് ഇത് വെള്ളേ? ആരെയും വിളിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഊരിപ്പോരാ. നീ ആ ചേട്ടനോട് പറ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കാൻ പറ. ഞാൻ ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് ഇങ്ങോട്ട്? ഇവിടുന്ന് അവര് ആരെങ്കിലും വന്നാലേ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞു. നിങ്ങൾ രാവിലെ എന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിയത്? കരയാതെ. കരയില്ല. ചേച്ചി കരയില്ല. ചേച്ചി ഇങ്ങോട്ട് നില്ല. ആ വീട്ടിൽ അവരൊക്കെ നോക്കുന്നു. ഇങ്ങോട്ട് നില്ല ചേച്ചി. ഇയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പാല് കൊടുക്കാനോ അല്ല എൻ്റെ ഒന്നും വാങ്ങിക്കില്ല ഇവിടെ ചേച്ചി. അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ബഹളം അങ്ങ് കേൾക്കാൻ ചേച്ചി. കാരണം ഈ ചേട്ടൻ അത്ര കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഇയാൾ ഈ പരിപാടി എന്തിനാ ചേച്ചി എടുത്ത് കാണിച്ചത്? അയച്ചു വിടാനാ ചേച്ചി? ചേച്ചി പറ്റിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും സോൾവ് ചെയ്ത് ഇതാവാൻ നിങ്ങൾ സംസാരിച്ചു ചേച്ചി. അല്ലാതെ ഇതിനൊരു ആ ചേട്ടന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം. അല്ലാതെ ഞാൻ എന്ത് പറയാം? വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? സുഖമില്ലാത്ത അച്ഛനും അമ്മയാണ് ഇങ്ങേർക്ക്. ആരെ വിളിക്കാം? ഞാൻ ആരെടുത്ത് പറയാം? എന്റെ വീട്ടിൽ എനിക്ക് പറയാൻ പറ്റുമോ? ചേച്ചി ഒന്ന് സത്യാവസ്ഥ ചോദിച്ചു നോക്ക്. ഇയാളെ സത്യം പറയട്ടെ. ചേച്ചി ഒന്ന് ചോദിച്ചു നോക്ക്. മുഖം കാണിക്കണില്ല. പറ്റിപ്പോയി. ഞാൻ 8 വർഷമായി. 9 വർഷം മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇതിലോട്ടിട്ടത്? ഓടാന്നു. എത്ര ദൂരം? എന്തോന്ന് ഇവിടെ പാത്രത്തിന് ചേച്ചി നല്ല സമയം. പാത്രത്തിന്റെ പാത്രത്തിന്റെ ചേച്ചിന്റെ ഇടയിൽ കൂടെ പാത്രത്തിനും പറഞ്ഞ പാത്രം എന്താണ് പാത്രത്തിന് നീ സാധനം കൊണ്ടിറക്കിപ്പോ ആദ്യം ഗതികെട്ടി നിൽക്കുകയാണ് ഞാൻ. ഓ അപ്പം എന്തിനായിട്ട് ഞാൻ ഇപ്പം അവർ നിങ്ങൾ ആരെ വിളിച്ച നിങ്ങൾ നീ കൊണ്ടുപോണാ നീ കൊണ്ടുപോ ഇറക്കി കൊടു. ഈ മാമനെ ഒന്നും വിളിക്കരുത്. അവര് വല്ല ചെയ്ത് എന്റെ വീട്ടിൽ ആപ്പാടെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയാണ്. ഇയാളെ കുറിച്ച് ഇങ്ങനെയൊന്നും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ.
ഞാൻ എന്തിനാണ് നിങ്ങൾ വീട്ടിൽ വിളിക്കാൻ പറ്റില്ല, അച്ഛൻ ഓടാൻ മരിക്കും. അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തവർ എന്റെ വീട്ടിൽ വിളിച്ചു പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ ആരെ വിളിച്ചു പറയാനാ? രണ്ട് പൊടി പിള്ളേരായിട്ടാ. നീ ആ വക്കീലിനോടും പറയരുത്, എനിക്ക് അവരെയൊക്കെ മുഖത്ത് നോക്കണം. മിണ്ടാന്നുണ്ടോ കൊലച്ചള ഞാൻ മിണ്ടായതിലേക്ക് ചേട്ടാ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ കേൾക്കട്ടെ. എന്റെ പാലിൽ ഇവിടെ കട്ടില് മടി കിടന്ന് ഉറങ്ങിയാൽ ഞാൻ നിങ്ങളെ വീട്ടിലാണ് ഇതേപോലെ കണ്ടുകൊണ്ടെന്ന് എന്ത് വെട്ടും. ആ നിങ്ങൾ ഒരു പ്രാവശ്യം, നിങ്ങൾ ഒരു സ്ത്രീയാണ്, നിങ്ങൾ ഒരു പ്രാവശ്യത്തേക്ക് തോർത്ത് രണ്ട് പിള്ളേർക്ക് 1 വയസ്സായ ഒരു കൊച്ച്. അപ്പോൾ എന്റെ മക്കളെ എന്ത് ചെയ്യണം? എന്റെ മക്കളെ നിങ്ങൾ പറയും ആറ്റിലെറിയണം ഇതിനേക്കാൾ. രാവണേ ഇതൊക്കെ ഇവിടെ പറഞ്ഞാൽ സ്ഥിരം പഴയ പാത്രം എടുക്കണം. പഴയതാ, ഇത് പഴയതാ, എടുത്തോണ്ട് പോ. എത്ര പിടിച്ചേ ഉള്ളൂ ഇവിടെ പോലെ കഴിപ്പടം കേട്ടവനൊക്കെ പഠിക്കല്ലോ. നിന്റെ ആരെയത് അടിക്കലേന്നാ അവര് പറയുന്നു. ഏ ചേച്ചി ഇങ്ങനെ ആയിരുന്നാ? നീ ഇവിടെ സ്ഥിരം ഈ പാത്രം കൊണ്ടുപോകുന്ന ആളെ ഓ യവനെ കണ്ടുണ്ടോ? അണ്ണ ഒരിക്കൽ താഴെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇതുവഴി പോണ്. എന്റെ അടുത്ത് ചോദിച്ച് എടേ ഇതുവഴി പോയ എളുപ്പ വഴി ഉണ്ടാന്ന്. ഞാൻ പറഞ്ഞു അതുവഴി പോയാ ഞാൻ ഇവിടെ പാത്രം കൊണ്ടുവന്ന് നിർത്തണം. ഇത് അച്ഛനാ ചോദിച്ചേ. എന്നോട് വർത്തമാനം വേണം. നീ നിങ്ങളെ പറയും, ഞാൻ അത് കേൾക്കാം. നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാൽ ഞാനത് കേൾക്കാം. പറയും നിങ്ങൾ എൻ്റെ ഒരു അനിയത്തിയെ പോലെ കണ്ട് ഞാൻ പറയാണ്. നിങ്ങൾ എവിടെ പോലെ കത്തരല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത്രയും മാനോട് സംസാരിക്കണം. നിങ്ങൾ പറയും. ആരെ വിളിച്ചു പറയാനാണ്? വീട്ടിലൊന്നും എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. വീട്ടിൽ പറയാനൊന്നും പറ്റൂല. അത് ശരിയല്ല. ഇങ്ങനത്തെ ഒരു കാര്യം എങ്ങനെ പറയും അവര് വീട്ടില്? ഒരു സഹോദരൻ പോലും ഇല്ല, എനിക്കൊരു അനിയത്തിയാണുള്ളത്. ആരെ വിളിച്ചിട്ട് പറയും? സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെങ്കിൽ യവനെ എന്തൊരു ചെയ്യണമെന്ന് സഹോദരി പറ. അതെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. യവൻ ഈ ഏരിയ വിട്ടു പോകില്ല. മാപ്പ് കൊടുത്താ ഇനിയും ചെയ്യൂലെന്ന് ആര് കണ്ടു? യവനും കോപ്പ് കൊടുക്കണം. യവന് കോപ്പ്. ഞാൻ എന്തൊരു കാര്യത്താണ് ക്ഷമ കൊടുക്കണം? നിങ്ങളൊന്നും പറഞ്ഞു തരും എനിക്ക്. ഇവ എന്റെ വീട്ടിൽ വന്ന് കയറിയതോ എവളെ മടിയെ കിടന്ന് ഉറങ്ങിയതിനാ യാതൊരു ഞാൻ ക്ഷമ കൊടുക്കണം? നിങ്ങൾ വീണ്ടും വീണ്ടും പറയല്ലേ, കേൾക്കുമ്പോ ഒരുമാതിരി. നിങ്ങൾ പറയും. നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെച്ചാൽ അവരെ വിട്ടോ. നിങ്ങൾ സഹിക്കോ? ഞാൻ സഹിക്കണ കാര്യം പിന്നെ ചേട്ടാ, ഇവിടുന്ന് ഒന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഞാൻ എങ്ങനെ വിടും? അത് പറയും. അല്ല വിടും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തോന്ന് ചെയ്യണം? അവരോട് പറ, ഇനി ഉണ്ടാവില്ലെന്ന് പറ. ഉണ്ടാവൂലെന്ന് ഞാൻ എന്തുറപ്പ് കൊടുക്കണമെന്ന്? ഞാൻ ഉണ്ടാവില്ല, ഉറപ്പ്. എന്തുറപ്പ് ഞാൻ കൊടുക്കണം? പിള്ളേരാണ് സത്യം. 8 വർഷം ഞാൻ നിങ്ങളെ വിശ്വസിച്ചതാണ്. ഞാൻ ചെയ്ത തെറ്റ്. പിള്ളേരാണ് സത്യം. ഇങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷിച്ച. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് 9 വർഷം കൊണ്ട് ഇവനായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ വലിച്ചഴിച്ചത്? ഇങ്ങനെ എനിക്ക് കാണേണ്ടി വന്നല്ല. ഇനി ഉണ്ടാവില്ല സത്യം. അത് എന്നെ ഉണ്ടാവൂലെന്ന് ഞാൻ എന്തുറപ്പ് അവർക്ക് ഞാൻ കൊടുക്കാൻ? എന്റെ ഉറപ്പ്. അവര് ചോദിച്ചതല്ലേ എനിക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റും? ഇല്ല, എന്റെ ഉറപ്പ്. നിങ്ങൾ എന്തുറപ്പിൽ വിശ്വസിക്കും? 8 വർഷം കൊണ്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കല്ലേ? ആ 2 പൊടി പിള്ളേരെ നിങ്ങൾ വിശ്വസിച്ചല്ലേ? കരയാതെ. പിള്ളേരാണ് സത്യം. ഇനി ഉണ്ടാവൂല. നീയും 2 പിള്ളേരും. ആ വാക്ക് പറയരുത് നിങ്ങൾ. ഇനി ഉണ്ടാവില്ല, സത്യമായിട്ട് ഉണ്ടാവില്ല. ബസ് വാപ്പുവിനാണ് സത്യം. എന്റെ പിള്ളേരെ പേര് പറഞ്ഞു പോകരുത്. മരിച്ചുകൂടെ പ്ലീസ്. ചേട്ടനോട് പറ, കാല് പിടിക്കാന്ന് പറ. ഒന്ന് പറ പ്ലീസ്. എനിക്കിവിടുന്ന് പോണം. ഞാൻ ഇനി വരൂല, സത്യം. 9 വർഷമായിട്ട് നീ വിചാരിക്കുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല, സത്യം. കുറച്ച് ഗോൾഡ് എന്തോ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. 5000 രൂപ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഗോൾഡിന്റെ പൈസ എടുത്തിട്ട് ബാക്കി തെറ്റ്. ഞാൻ പിന്നെ ഈ ഇടയ്ക്ക് പൈസ ഒക്കെ ഇല്ലായിരിക്കുമ്പോൾ എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചത്. എൻ്റെ ചേട്ടനോട് പറഞ്ഞാൽ ഇനി വരില്ല, സത്യം. ഞാൻ ഇന്ന് ആളില്ല എന്ന് വിചാരിച്ചല്ലേ വന്നത്. നീ അതല്ലേ മെസ്സേജ് അയച്ചിരുന്നത്. ഇത് എവിടുന്ന് വന്ന് കയറിയത്? ഇനി വരില്ല, സത്യം. നീ ചേട്ടനോട് ഒന്ന് പറ.
ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. ഉണ്ടായിരടാ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഓരോന്ന് ഇത്രയും solve ചെയ്ത് കാണിച്ചിട്ട് വരുമ്പോ വായ അടച്ചു വെച്ചിട്ട് മിണ്ടായിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളി. പോലീസിനെ വിളിച്ചാ പിന്നെ ആ പോലീസിനെ വിളി. എന്താണ് എനിക്ക് മിണ്ടാ നിക്കോ എനിക്ക് ലക്ഷങ്ങൾ തരാനുണ്ട്. വേണ്ട യമ അടി കൊണ്ടോണ്ടേ പോള് കേട്ടോ. പോണ്ടേ ഇവിടെന്ന്? അങ്ങനെ പേടിച്ച് ജീവിക്കാം. ആ കൊച്ചിനെ ഞാൻ ഒരു കണ്ടിട്ട് തെറ്റ് മാത്രമാണ് ഞങ്ങൾ പറ്റിപ്പോയി. ഞാൻ ഇനി ചെയ്യില്ല. ആരെ കാലിൽ വേണമെങ്കിലും വീണ് ഞാൻ മാപ്പ് പറയാം. അവന്റെ വായിൽ തുണിയെല്ലാം തിരികെ കയറ്റി. ആ ചേട്ടനോട് പറ, ഞാൻ കാലിൽ വീണ് മാപ്പ് പറയാം. എന്റെ കുട്ടികളെ കരുതിയെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കേട്ട വന്ന് അടിച്ച് പൊട്ടിക്കും നിങ്ങള്. ഇനി ഇതിൽ കൂടുതൽ എന്താ അടിക്കാം? എന്താ അലവിനെയൊക്കെ അടിച്ച് പൊട്ടിച്ചില്ലേ കുറുക്കില്, വാരിയല് വരെ പൊട്ടി. ഒന്ന് പറയാ ചേച്ചി ഒന്ന് പറ, മിണ്ടാണ്ടിരിക്കുക. ചേച്ചി ഇങ്ങ് വന്ന്. ഇയാൾ ഈ 8 വർഷം ഇങ്ങോട്ട് പറയുന്നില്ല ചേച്ചി, 8 വർഷമായിട്ട് സ്വർണം പണം എല്ലാം ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. എന്റെ സ്വർണം മുഴുവനും കൊണ്ടുപോയി തൊലച്ച്. തൊലച്ചാ? ഒരു വീടില്ല. അത് സത്യം തന്നെയല്ലേ? 40 പവന്റെ സ്വർണം ഇന്ന് ഞാൻ ദാ മുക്ക് മുക്ക് മുക്കി എല്ലാം മുക്കൊന്നല്ല എല്ലാം മുക്കി. എല്ലാം കൊണ്ടുപോയി എല്ലാം. ഇത് ഞാൻ വിശ്വസിച്ച് കൊടുത്തതാണ്. അത് ആർക്ക് പോയെന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ? ഈ സ്ത്രീക്ക് പോയി. ചുമ്മാ അരിയടി ഇത് എങ്ങനെങ്കിലും നീ ഒന്ന് ഇത് പറഞ്ഞു നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പോടിയായി. നീ ആര്? നിങ്ങളൊത്ത് മിണ്ടായി ചേട്ടാ പ്ലീസ്. ഇതിനെയും കൂടെ പിടിച്ച് കെട്ടേണ്ടതാണ് അപ്പുറത്തെ തെങ്ങില്. ആരെ? ഇതാ ഇരിക്കണവനെ നീ ആളത്തോട് കണ്ടാ? കണ്ടാടാ അവളെ തൊടന്ന് ആരെ തുറന്നോ? ഇവരെ തൊട്ട നമ്മളെ അടിക്കുമെന്നേ. കാര്യം തുറന്നോടാ. ആഹാ ചേട്ടാ ചേട്ടാ ഇനി എന്നെ അടിച്ചാ എന്നെ കൊല്ലണം. അവരെ കൈ അടിച്ചാ എന്നെ കൊല്ലണം. കൈ താത്തണം. എന്നെ ഉപയോഗം തൊഴരുത്. എനിക്ക് ഇഷ്ടമല്ല. രണ്ട് പൊടി പിള്ളേരെ കിടക്കുകയാണ്. ശരി അടിക്കല്ലേ? കൈ താത്തി. കൈ താത്തി. അണ്ണാ 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 ഒരാളെ കെട്ടി വെച്ചാൽ ഒരു ശിക്ഷ അടിക്കേണ്ടത്. എന്ത് ചെയ്യണം നിങ്ങൾ പറയും? ഒരു ഞാൻ മര്യാദ എന്ത് ചെയ്യണം? വേണ്ടി. പറയും. മാന്യമായിട്ട് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയും? ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ ഇവനെ അയച്ചുകൂടാ. ഞാൻ ശരി അണ്ണൻ എന്റെ മുമ്പ് വെച്ച് അണ്ണൻ പറയും പോലെ ആ സൗകര്യം എനിക്കാണെങ്കിൽ ഇനി വയ്യ. അവരെ കവാടം നോക്കി ഒരു അടി കൊടുക്കണം. ഈ തെണ്ടിട്ട് എന്റെ കുടുംബത്തിൽ കാണിച്ചു ഇനി ഈ വിഷയം നടക്കൂലല്ലോ. നടക്കൂല. അപ്പൊ അടി കൊടുത്താ തീരോ? കൊണ്ടുപോട്ടെ. കൊടി വെച്ച് എവിടെ തരണം. ബാക്കിയാലും ഞാൻ നോക്കിക്കോളാം. ശരി നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിക്ക്. കവാലം നോക്കി കൊടുത്ത സഹോദരി കൊടുത്തിട്ട് ഇവനെ കൊണ്ട് പോ. എങ്ങനെ രക്ഷപ്പെടും? അയ്യോ പറ്റണം. എങ്ങനെ ഒന്ന് കൊടു. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ കയറി നിരങ്ങും. എന്റെ ചേട്ടാ ഇനി ഇങ്ങോട്ട് ഈ ഭാഗത്തേ വരാതെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെയായാലും ഞാൻ വീട്ടിൽ ഇരുന്നിട്ടായാലും നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇവനെ ഇനി അടിക്കാൻ വയ്യ. ഇവളെ കാര്യം അവളെ വീട്ടുകാർ തൊട്ട് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് സേഫ് ആയിട്ട് പോ. അവന്റെ ഒരു ഒറ്റ അടി നീ എന്റെ മുമ്പ് വെച്ച് സൗകര്യം കൊടുക്കണം. സഹോദരി ഒരു അടി കൊടുത്തിട്ട് എങ്ങനെ വിളിച്ചോണ്ട് പോ. കൊടി വെച്ച് അടി കൊടു. അല്ലെങ്കിൽ അവനെ കൊന്നാളെ ഇവിടെ ഇട്ടാ. അയ്യോ ബാക്കിയുള്ളവൻ കൊണ്ട് വേണ്ട ഏട്ടാ വേണ്ട. ബാക്കിയുള്ളവൻ കൊല്ലണേക്കാളും പറയട്ട്. ബാക്കി അല്ല നില്ല്. ആ സഹോദരി കൊടുക്കും. ബാക്കിയുള്ളവൻ കൊല്ലണേക്കാളും സഹോദരി ഒരു അടി കൊടുത്ത് കൊണ്ടുപോ. നിങ്ങൾ ഇങ്ങ് വരിയണ അണ്ണ ഇങ്ങ് വരിയണ കൊടു സഹോദരി ഒരെണ്ണം കൊടു. എടാ നിനക്കേ ഇതാണ്ടാ ശിക്ഷ. ഒരെണ്ണം സ്വന്തം കൊടി വെച്ച്. ഭാര്യയുടെ കൈ കൊണ്ട് നിനക്ക് അടി കിട്ടണത് കേട്ടടാ. രക്ഷപ്പെടാലോ കൊടു 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 രക്ഷപ്പെടാലോ. സഹോദരി പൊയ്ക്കോ. ഇവിടെ നിന്ന് അവരൊക്കെ വരുന്നുമ്പോ പൊയ്ക്കോ ചെയ്തിട്ട് പൊയ്ക്കോ. എങ്ങനെ ഞങ്ങൾ എന്റെ പൊന്നെ എങ്ങനെയും പറഞ്ഞ് ഞങ്ങൾ സോൾവ് ചെയ്ത് വയ്ക്കാണ്. ഒരു അടി കൊടു. കൊടുത്തിട്ട് പൊയ്ക്കോ. അവരൊക്കെ പോ. വരുന്നുമ്പോ പൊയ്ക്കോ. നിങ്ങള് ഞാൻ അനുഭവിച്ചോളാം. കൊടുത്തിട്ട് പൊയ്ക്കോ. അണ്ണന്റെ ടീമുകൾ വന്നാ തീർന്നു. അണ്ണ മാറിയില്ല അണ്ണ അവിടെ അടി കൊടുത്തോ. ഇല്ലെങ്കിൽ ഞങ്ങൾ അത് മാറിത്തരാം. പോവാൻ പറ്റൂല ചേച്ചി. ചേച്ചിയെ കണ്ടിട്ടാണ് ഇയാളുടെ സ്നേഹം കൊണ്ടും ഇവരുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടും അല്ല. രക്ഷപ്പെടുത്താനല്ല. ഞങ്ങൾ മാറണം ചോര്. ഞങ്ങൾ മാറണമെങ്കിൽ മാറാം. പക്ഷെ എന്തെങ്കിലും ശബ്ദം ഒരു ഞങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ. കേൾക്കണം. ഇവിടെ അടിക്കുന്ന ശബ്ദം ഞങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കണം. എങ്കിൽ ഞങ്ങൾ മാറിത്തരാം. അടിച്ചോ? ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളെ കൊല്ലാണ് വേണ്ടത്. എന്നെ കൊണ്ട് അല്ല, അടിച്ചോ കുഴപ്പമില്ല. തെറ്റ് പറ്റി ഈ ഒരു അടിയോടെ എല്ലാം തീർന്നെങ്കിൽ നാളെ മുതൽ നല്ലൊരു ദിവസം. നാളെ മുതൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് നല്ല നിമിഷമുള്ളൂ. ശബ്ദം കേട്ടില്ല. അടിച്ചോ? അടിച്ചാ അയ്യോ സൗകര്യം കൊടുത്താ? നമ്മളും കേട്ടില്ലല്ലേ. അല്ല, അടിയല്ല ഇടിയായിരുന്നു. ആഹാ ചേച്ചിയുടെ പേരിൽ സത്യം ചെയ്യാം. അതെങ്കിലും ഇനി അയാള് പാലിക്കട്ടെ. എന്റെ ചേച്ചി പേര് സത്യമൊന്നും വേണ്ട. വേണ്ട. പിള്ളേരെ കൊണ്ട് സത്യം വേണ്ട. അയ്യോ എന്റെ പിള്ളേരെ തൊടണ്ട. ഇങ്ങോട്ട് അയാളുടെ പിള്ളേരെ തൊടണ്ട. അയാളുടെ അമ്മയും അച്ഛനെയും കൊണ്ട് സത്യം ചെയ്യട്ടെങ്കിൽ അയാൾ എന്താണോ ചെയ്തോ.
ഞാൻ ഇനി ആരെ ചേച്ചി നേരെ പിടിച്ച് നിർത്തി. ഞാൻ ഒരു പെൺകുട്ടികളെ മുഖത്ത് പോലും ചേച്ചി നോക്കില്ല. ഇങ്ങോട്ട് ഇല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ല. എങ്ങനെ 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 ഞാൻ ഇനി ഒരു പെൺകുട്ടികളെ മുഖത്ത് പോലും നോക്കില്ല. അപ്പൊ നീ കൊച്ചിനെ മൊത്തം നോക്കൂലേ? ഈ കൊച്ചിനെ മൊത്തം നോക്ക്. അവളെന്റെ ജീവനല്ലേ. അയ്യോ ജീവനായിരുന്നിട്ടാണോടാ നീ ഇത്രയും കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് എന്റെ പെമ്പറന്നാരെ മടിയിൽ ഉറക്കം. രണ്ടാമത്തെ ജീവൻ. എടാ ഇങ്ങനെ ഒരു നല്ലൊരു കൊച്ചിനെ നിനക്ക് കിട്ടിയിട്ട് ഇതുപോലെ നിന്നെ അടിക്കാൻ പറഞ്ഞപ്പോ 100 തവണ എന്നെ കൊണ്ട് പറ്റൂല ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയ നീ എന്താടാ നീ പുണ്യം ചെയ്ത മനുഷ്യനല്ലടാ. ആ പുണ്യം ചെയ്ത നീ ആടാ ഈ സഹോദരിയെ നീ ഈ കിടന്ന് പറ്റിച്ചോണ്ടിരുന്നത്. തെറ്റ് പറ്റിപ്പോട്ടോ. ഉറപ്പ് തന്നെ. സത്യം. ഇനിടാ ഈ സഹോദരി തൊട്ട് ആണ് ഇനി മേലെ ഇങ്ങനെ സംഭവിക്കൂല. ഇനി ആരുതും പോവില്ല. പിള്ളേരെ നോക്കി ഈ സഹോദരിയും പൊന്നെ പോലെ നോക്കി ജീവിക്കുന്നു പറ. കുട്ടികളാണ്. ഈ ആര്യാണ് എന്റെ വൈഫ് ആര്യാണ്. ഞാൻ ഇനി ഒരു പെൺകുട്ടികളെ അടുത്ത് പോകത്തില്ല. സത്യം 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 സത്യം. ആര്യാണ് സത്യം. ആര്യാണ്. സമ്മതിച്ചെന്ന് വാ. സമ്മതിച്ചാ. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. ഈ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇതെല്ലാം കൂടെ നിങ്ങളെപ്പോലുള്ളൊരു പാവപ്പെട്ട ആളിനെ ഇങ്ങ് കൊണ്ടുവന്ന് കേട്ടാ. അവിടെ ക്യാമറ ഇവിടെ ക്യാമറ എല്ലായിടത്തും. ഒന്ന് തിരിഞ്ഞിക്കോ. കുറച്ച് അങ്ങോട്ട് നിങ്ങളടുത്ത് ഇങ്ങനെ ചെയ്യോ ഈ പുള്ളി? ആ പാവപ്പെട്ട ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേനും വിശ്വസിച്ചു പോയി. വന്നപ്പോ കെട്ടിയിട്ടേക്കുന്നു. അതാണ് ഞാൻ ബീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം.